ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ ബാബുൽ മന്ദബ് അതായത് സ്ട്രൈറ്റ് ഓഫ് മന്ദബ് കൂടെ അടക്കുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നതിന് വേണ്ടി യമനിലെ ഹൂത്തികൾ സജീവമായി പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടുകൾ വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ചക്ക് മുമ്പായി ഹോർമുസ് കടലിടുക്ക് തുറന്നിട്ടില്ല എങ്കിൽ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളും തകർക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ അത്തരം ഒരു ആക്രമണങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ മേഖലയിലെ മുഴുവൻ കറണ്ട് സംവിധാനങ്ങളും അതുപോലെ ജല സംവിധാനങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർക്കുമെന്ന ഇറാനും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം ഹോർമുസ് കടലിടുക്കിന്റെ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ഒരു രണ്ടാമത്തെ ശക്തമായ ഇരുട്ടടി എന്ന നിലയിൽ അമേരിക്കക്ക് വീണ്ടും സ്ട്രൈറ്റ് ഓഫ് മന്ദബ് കൂടെ അടക്കുന്നതിലേക്കാണ് ഇറാന്റെ നീക്കം നടക്കുന്നത്. യഥാർത്ഥത്തിൽ ലോകത്തുള്ള ഗ്ലോബൽ ട്രേഡിന്റെ ഏകദേശം 12% ബാബ് അൽ മന്ദബ് അതായത് സ്ട്രൈറ്റ് ഓഫ് മന്ദബ് വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെങ്കടലും അതുപോലെ തന്നെ ആദൻ കടലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ട്രൈറ്റ് ആണ് സ്ട്രൈറ്റ് ഓഫ് മന്ദബ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇതുകൂടെ അടച്ചു കഴിഞ്ഞാൽ ലോകത്ത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കാത്തതിന്റെ പേരിൽ ഡൊണാൾഡ് ട്രംപ് ഏതെങ്കിലും രീതിയിൽ ഇറാനെതിരെ യുദ്ധം കടുപ്പിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് ചെങ്കടലിലൂടെയുള്ള യാത്ര കൂടെ തടസ്സപ്പെടും, സ്ട്രൈറ്റ് ഓഫ് മന്ദബ് കൂടെ അടക്കുന്നതിലേക്കായിരിക്കും എത്തിക്കുക എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. എന്തായിരുന്നാലും ഹൂത്തികൾ ഇവിടെ അടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഇറാൻ അത്തരം ഒരു നീക്കങ്ങൾ നടത്തുന്ന സാഹചര്യമുണ്ടായാൽ അത് ലോകത്ത് ഇപ്പോൾ തന്നെ വലിയ ദുരന്തം അനുഭവിക്കുമ്പോൾ ഇത് ഇരട്ട പ്രഹരമായിരിക്കും ലോകം അനുഭവിക്കേണ്ടി വരിക.